പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ല എന്ന് വന്നിരിക്കുന്നു ഷബ്ന. അതൊരു കാരണം പ്രതിഭാഗത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യവും മുന്നോട്ട് വെച്ചൊരു കാര്യം ഇത് തന്നെയായിരുന്നു. പ്രായം പരിഗണിച്ച് മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് പരമാവധി ശിക്ഷ ഇളവ് നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് അങ്ങനെയില്ല, മറിച്ചാണ് നിലവിൽ കോടതി കണ്ടിരിക്കുന്നത് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിധി പ്രസ്താവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഷബ്ന? ഷാമിലി, ഏതായാലും വിധി പ്രസ്താവം കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ വിധിയുമായി ബന്ധപ്പെട്ട് കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം പ്രതിക്ക് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞാൽ 5 മാസത്തെ വിചാരണയാണ്, കൃത്യം 5 മാസത്തെ വിചാരണ നടപടികളാണ് കോടതി പൂർത്തിയാക്കിയത്. ഇതിൽ 80 സാക്ഷികളിൽ 44 സാക്ഷികളുടെ മൊഴികൾ കോടതി വായിക്കുകയും അതിൽ കൃത്യമായി പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കാൻ കഴിയുകയും ചെയ്ത ഒരു കേസ് കൂടിയാണ്. എന്നാൽ ഇതിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് വധശിക്ഷ നൽകണം എന്നൊരാവശ്യമാണ്. സുപ്രീം കോടതി പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വധശിക്ഷ നൽകണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കണം കേസുകൾ. ഒരാളുടെ ജീവൻ എടുക്കുന്ന, ഇത് കുറ്റവാളിയാണെങ്കിൽ പോലും ജീവൻ എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ജാഗ്രത വേണം എന്ന് സുപ്രീം കോടതി പലതവണ ഈ അടുത്തും അത്തരത്തിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കോടതി അതിൽ വധശിക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകമായി പരിഗണിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ആ രീതിയിൽ ഉള്ള പരിഗണന വന്നാലായിരിക്കും വധശിക്ഷ അടക്കമുള്ള ശിക്ഷയിലേക്ക് പോവുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇരട്ട ജീവപര്യന്തത്തിനാണ് സാധ്യത. കാരണം കോടതിയിൽ ഇപ്പോൾ കൃത്യമായ തെളിവുകളുണ്ട്. ചെന്താമരയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നതിന് യാതൊരു സംശയവും കോടതിക്ക് മുന്നിലില്ല. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം ഇനി വധശിക്ഷ വേണം എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. കാരണം ഇതിൽ കൃത്യമായ തെളിവുകൾ തങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട്. സാക്ഷി മൊഴികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളടക്കം ഈ പ്രതിക്ക് പ്രതികൂലമായിട്ട് തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാകണം, അല്ലെങ്കിൽ ആ രീതിയിൽ പരിഗണിക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ ഡോക്ടറെ അടക്കമുള്ള റിപ്പോർട്ട് കോടതി പരിശോധിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ച് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിൽ കൊല ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്, സാമൂഹിക പശ്ചാത്തലം എന്താണ്, ഈ പ്രതിക്ക് ഇനി മാനസാന്തരത്തിന് സാധ്യതയുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ്. ഇപ്പോൾ കോടതി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചാണ് പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ല എന്ന രീതിയിലുള്ള പരാമർശം നടത്തുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലും ഇത്തരത്തിൽ കോടതിയോട് വളരെ രോഷത്തോടെ സംസാരിക്കുന്ന ചെന്താമരയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനി മാനസാന്തരം വന്ന് ഈ പ്രതി നല്ലൊരു മനുഷ്യനായി ജീവിക്കും, പുറത്തിറങ്ങിയാൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കും എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു റിഫോർമേഷന് സാധ്യതയില്ല എന്ന് തന്നെയാണ് കോടതിയുടെയും കണ്ടെത്തൽ. കാരണം പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ സാധാരണ നമുക്കറിയാം ജയിലിൽ കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക പരിവർത്തനമുണ്ടായി അവർ നല്ല മനുഷ്യരായി പുറത്തിറങ്ങും എന്നൊരു സാധ്യത അത് മുന്നിൽ കണ്ടാണ് പലപ്പോഴും കോടതികൾ ശിക്ഷ വിധിക്കുക. വധശിക്ഷയിൽ നിന്ന് പലരെയും ഒഴിവാക്കുന്ന സാഹചര്യവും അതാണ്. കാരണം ഇനി ഒരു ചെയ്തു പോയ തെറ്റുകളെല്ലാം അത്തരത്തിൽ അതിലോട് ആ രീതിയിലുള്ള തെറ്റിൽ മാപ്പ് അപേക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അത് തെറ്റ് തിരുത്താൻ തയ്യാറാകുകയും നല്ലൊരു മനുഷ്യനായി വീണ്ടും ജീവിക്കാനുള്ള ഒരു അവസരം അത്തരത്തിൽ കൊടുക്കണം എന്ന് തന്നെയാണ് മേൽക്കോടതികൾ പലപ്പോഴും പറഞ്ഞു വെക്കാറ്. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ നിന്ന് സാധാരണ ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഈ പ്രതിയെ സംബന്ധിച്ച് അത്തരം ഒരു സാഹചര്യമില്ല, സാധ്യതയില്ല എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസവും കോടതിയിലുണ്ടായ പെർഫോമൻസ് ആ രീതിയിൽ തന്നെയായിരുന്നു ചെന്താമരയുടെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിയെ ഇനി ജീവിക്കാൻ വിടണമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ മാത്രമാണ് വധശിക്ഷ അടക്കമുള്ള ശിക്ഷയിലേക്ക് പോവുകയുള്ളൂ. ഷാമിലി, മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, സെഷൻസ് കോടതി ഇപ്പോൾ ഈ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാലും അത് ഹൈക്കോടതി അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് വധശിക്ഷയാകൂ. ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ വധശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ അത് ഹൈക്കോടതിയിലേക്ക് ഉടൻ വരികയും ഹൈക്കോടതി അത് പരിഗണിച്ച് വധശിക്ഷ കൊടുക്കണമോ എന്ന കാര്യത്തിൽ കോടതി തന്നെ തീരുമാനമെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ സെഷൻസ് കോടതിക്ക് തന്നെ വധശിക്ഷ വിധിക്കാനേ സാധിക്കുകയുള്ളൂ. അത് നടപ്പിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അംഗീകരിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം. ഇനി അങ്ങനെ ഒരു പ്രൊസീജിയർ കൂടി ഇതിലുണ്ട്, വധശിക്ഷയാണെങ്കിൽ പോലും. ശരി, ഷബ്നയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.